കാത്തിരിക്കുന്നത് ഒരു കളിക്കാനുള്ള ഒരാളെ അല്ല, കൊഞ്ചിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരാളെ അല്ല. അതായത് ഞങ്ങൾ ഗർഭം ധരിക്കാണ്ട്, ഞങ്ങൾ ജനനം കൊടുക്കാതെ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ മക്കളെയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ഒരാളാണ് എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞ്. അതായത് ഞാനൊരു ദിവസം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒന്ന് വാട്സപ്പ് നോക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയൊരു സന്തോഷം, അതായത് എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു കുളിരുണ്ടല്ലോ, ആ ഒരു ഇത് എന്തത് ആരോടെങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയത്തില്ല. ദെൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, എനിക്ക് കുറേ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ എൻ്റെ ലൈഫ്, അതെ എൻ്റെ ജസ്റ്റേഷൻ പീരീഡിൽ ഞാൻ കാണുന്നത്. ഓരോ തവണ വയറ് വെക്കുന്നത്, പിന്നെ വയറ്റിൽ മൂമെൻറ്റ്സ് ഉണ്ടാകുന്നത്, പിന്നെ അവരുടെ വേദനകളൊക്കെ അറിയുന്നത്, അവരുടെ ഫീലിങ്സ് അറിയുന്നത്, അങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോഴാണ്. അതായത് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ സീനിയർ ചേച്ചിയാണ് കേട്ടോ ആൾ, പക്ഷേ ആളെനിക്കെൻ്റെ സ്വന്തം ചേച്ചിയാണ്. അങ്ങനെ കാത്തിരുന്ന് ഒക്ടോബർ 4-ാം തീയതി അങ്ങനെ എൻ്റെ കുഞ്ഞി എൻ്റെ മാലാഖയായിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മാലാഖയായിട്ട് അവൾ ജനിച്ചു. ദെൻ അവളെ കാണാൻ വേണ്ടിയിട്ടുള്ള കൊതിയായി. അങ്ങനെ കുറേ ഒരു 15 ദിവസം കാത്തിരുന്നു. അതിക്കുള്ളിൽ എനിക്ക് കാത്തിരിക്കാൻ പറ്റിയില്ല. അവളെ ഞാൻ പോയി കണ്ടു. അവളുടെ കുഞ്ഞു കൈയും കുഞ്ഞു മുഖവും കുഞ്ഞു കാലൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആൾ കേരളത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് പോന്നു. പിന്നെ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ജനുവരി 19-ാം തീയതി എൻ്റെ ചേച്ചി എൻ്റെ കുഞ്ഞുമായിട്ട് ബാംഗ്ലൂരിലേക്ക് തന്നെ വന്നു. പിന്നെ ഞാൻ ഓരോ സാറ്റർഡേ ആകാനും വേണ്ടിയിട്ട് കാത്തിരിക്കും. ഓരോ വീക്കെൻഡിലും എൻ്റെ വീക്ക് ഓഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു PH അവളെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അങ്ങനെ ഞാൻ കാത്തിരുന്ന് അവളുടെ ഓരോരോ വളർച്ചയും ഞാൻ കണ്ട് എനിക്ക് എൻ്റെ മോളായിട്ട്, അതായത് എൻ്റെ കുഞ്ഞിയാണ് ഒരമ്മയെപ്പോലെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്, ഒരമ്മയെപ്പോലെ കാത്തിരിക്കാൻ എന്നെ പഠിപ്പിച്ചത്, ഒരമ്മയെപ്പോലെ ഉറക്കാൻ എന്നെ പഠിപ്പിച്ചത്, ഒരമ്മയെപ്പോലെ ഒരുക്കാൻ എന്നെ പഠിപ്പിച്ചത്. ഭയങ്കരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആണ് ഞാൻ. അപ്പോൾ ഇവളടുത്ത് കിടക്കുമ്പോൾ ഇവൾ ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയാണ് മാറ്റിയെടുത്തത് എൻ്റെ കുഞ്ഞാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഹാപ്പി ഫീൽ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് സ്ട്രെസ് അടിച്ച് ജോലിയുടെ കാര്യങ്ങളും ഡ്യൂട്ടിയുടെ കാര്യങ്ങളും, പിന്നെ ആസ് യൂഷ്വൽ 25-26 വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഒരു ആസ് യൂഷ്വൽ തിങ്സിൻ്റെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഭ്രാന്തടിച്ചിരിക്കുമ്പം ഞാൻ ഓടിപ്പോവും ഇവളുടെ അടുത്തേക്ക്. ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച് തീരുന്ന പ്രശ്നമുള്ളൂ എനിക്ക്. അങ്ങനെ എൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ മാലാഖക്കുട്ടിക്ക്, എൻ്റെ ഹാപ്പി ഫേസിന് ഇന്നൊരു വയസ്സായി. അതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ്. അവൾ അനങ്ങാതെ എൻ്റെ കയ്യിലൊരു പാവക്കുഞ്ഞിനെ പോലെ ഇരുന്നയാൾ ഇപ്പോൾ ഓടി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം. അയ്യോ, ഓടി നടക്കാറായോ? ചേച്ചിനെ തന്നെ ഞാൻ വിളിച്ച് ചോദിക്കും, ഈ ചേച്ചി അവൾ ഓടാറായോ, അവൾ നടക്കാറായോ, അവൾ കഴിച്ചോ, അവൾ ഇന്നത് ചെയ്തോ, അവളുടെ കുരുത്തക്കേടെന്താ, ഇതൊക്കെ അന്വേഷിക്കാനും അറിയാനും ഒക്കെ ഈ മേമയ്ക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ എന്നെ ഒരു മേമയാക്കിയ, അല്ല എന്നെ ഒരു അമ്മയാക്കിയ എൻ്റെ കുഞ്ഞി അങ്ങനെ 1-ാം പിറന്നാളിലേക്ക് കയറി.